ഞാനിന്നിവിടെ ഒരു പൈനാപ്പിളിൻ്റെ കിച്ചടി, നമ്മുടെ നോർത്തേൺ മലബാർ ഏരിയയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പൈനാപ്പിളിൻ്റെ കിച്ചടി ഡിഷാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. ഓണസദ്യയിൽ നോർത്തേൺ മലബാർ ഏരിയയിൽ അവർക്കൊരു ഇമ്പോർട്ടൻറ്റ് ഡിഷാണ് പൈനാപ്പിൾ കിച്ചടി. ഇതൊരു സ്വീറ്റ് കിച്ചടിയാണ്. നമ്മൾ തൃശ്ശൂർ രീതിയിൽ എന്ന് പറയുമ്പോൾ തൈരും പച്ചയ്ക്കുള്ള അരപ്പും എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയാണ്. പക്ഷേ നോർത്തേൺ സൈഡിൽ വരുമ്പോൾ ഇത് വറുത്ത തേങ്ങ ഉപയോഗിച്ചിട്ട് നല്ല ഒരു സ്വീറ്റായിട്ട്, ജാഗരിയെല്ലാം ഉപയോഗിച്ചിട്ട് നല്ല സ്വീറ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു പൈനാപ്പിൾ കിച്ചടി. പൈനാപ്പിളിൻ്റെ കൂടെ റെഡ് ഗ്രേപ്പും കൂടി ചേർത്തിട്ടുള്ള ഒരു കിച്ചടിയാണ് നമ്മളിന്ന് സദ്യയുടെ ഒരു ഐറ്റം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടാം. ഇൻഗ്രീഡിയൻസ് ഞാൻ മെയിനായിട്ട് നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ, ഏകദേശം ഒരു ഹാഫ് പൈനാപ്പിൾ വരും. ഒരു 100 grams ഓഫ് ഗ്രേപ്സിനെ നമ്മൾ രണ്ടായി മുറിച്ച് വെച്ചിരിക്കുന്നു. ഇതിന് സ്വീറ്റ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജാഗരി. അടുത്തത് കോക്കനട്ടിൻ്റെ പേസ്റ്റ്. ഈ കോക്കനട്ടിൻ്റെ പേസ്റ്റ് അരയ്ക്കുന്നതിൽ കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ചേർത്ത് അരച്ച് ഒരു തേങ്ങാ പേസ്റ്റ്. പിന്നെ പാതി തേങ്ങ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന, നന്നായിട്ട് മുരിച്ച് വറുത്തെടുത്തിരിക്കുന്ന തേങ്ങ. ഇതിന് ടെമ്പറിങ് കൊടുക്കാൻ വേണ്ടി കടുക്, കറിവേപ്പില, ഉണക്കമുളക്, വറ്റൽമുളക്, ഇതാണ് നമ്മൾ തടുക്കടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു നാടൻ മൺകലത്തിൽ തന്നെ ഇത് അടിക്കുന്നതായിരിക്കും, മൺചട്ടിയിൽ അടിക്കുന്നതായിരിക്കും നല്ലത്. അതിനുവേണ്ടി കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഇതിനൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1-2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് അതിൻ്റെ ഫയറൊന്ന് കൊടുത്ത് എണ്ണ പതുക്കെ ചൂടാവാൻ വയ്ക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഇട്ട് കൊടുത്ത് കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴാണ് നമുക്ക് വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇനി പതുക്കെ അതൊന്ന് മൂത്ത് വരുമ്പോൾ വേണം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. പൈനാപ്പിൾ ഇട്ട് നന്നായി വഴറ്റുക. കുറച്ചും കൂടി പയർ വീണ് പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൈനാപ്പിൾ വഴന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് സോൾട്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്നുകൂടി വഴറ്റുക. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് ഗ്രേപ്പ് ചേർത്ത് കൊടുക്കുക.
ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജാഗരി ചേർത്ത് കൊടുക്കുക. ഫൈനലി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ഇളക്കുക.